ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ദാ ഞാനും കുഞ്ഞാപ്പിയൊക്കെ റെഡിയായി നിൽക്കുന്നത്. ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം. പുറത്ത് പോകണമെന്ന് വെച്ചാൽ ഞങ്ങളെ ക്യാമ്പിന് പുറത്ത് പോകാം കേട്ടോ. ഒന്ന് ലാൽ ചൗക്ക് പോകാനാണ്. അത് പെട്ടെന്ന് എടുത്ത തീരുമാനം കേട്ടോ. 5 പെട്ടെന്ന് വിളിച്ച് ഇങ്ങനെ ലാൽ ചൗക്ക് പോകുന്നു, പോരുന്നോ ചോദിച്ചു. കേട്ട താമസം ഞാൻ വേഗം റെഡിയായി ഞങ്ങളത് ഇറങ്ങിയതാണ്. ഞാനും അഞ്ചും അമലേട്ടൻ, പിന്നെ വൃന്ദേച്ചി ഉണ്ട്, ആദൂട്ടുണ്ട്, പിന്നെ കുഞ്ഞാപ്പിയും വാവി. ഞങ്ങൾ ആദു സ്കൂളിൽ നിന്ന് വന്ന ഉച്ചയ്ക്കാട്ടോ പോകുന്നത്. കറക്റ്റ് രേഷു ഇല്ല, രേഷു ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു മടി രേഷു. അങ്ങനെ ഞങ്ങളിതാ ലാൽ ചൗക്ക് എത്തി കേട്ടോ. ലാൽ ചൗക്ക് എത്തി കാറൊക്കെ ഞങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. കാരണം അവിടെ അത്രയും തിരക്കാണ്. നമ്മുടെ കോഴിക്കോടൊക്കെ SM സ്ട്രീറ്റ് ഒക്കെ അല്ലേ, സെയിം ഏകദേശം ആ ഒരു പ്രതീതി തന്നെ. അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് നേരെ ഷോപ്പിങ്ങിന് വേണ്ടി നടക്കുകയാണ്. അപ്പോൾ അവിടെ ആ സൈഡിൽ ഞങ്ങൾ കുറച്ച് ഷോപ്പ് കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും കാറ് നിർത്താൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പാർക്കിങ്ങിൽ കൊണ്ട് നിർത്തിയതാണ്. അത് കഴിഞ്ഞിതാ അവിടെ ഒരു റോഡിൻ്റെ പാലുണ്ട് കേട്ടോ. ആ പാലത്തും കൂടെ പോകുമ്പോൾ ഫുള്ള് ഇതുപോലത്തെ കുറേ ഫാൻസി ഐറ്റംസ്, മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടാൽ നമുക്ക് കൊതിയാവും. കാരണം റേറ്റൊക്കെ പറഞ്ഞാൽ അത്രയും കുറവ് റേറ്റിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളൊന്ന് കുറച്ച് ഷോള് വിൽക്കുന്ന ഷോപ്പ് കണ്ട്. ഷോപ്പല്ല, ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കുക. അപ്പോൾ എനിക്ക് 2 ഷോളിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, വൈറ്റും ബ്ലാക്കും. അപ്പം ഞാൻ അത് രണ്ടും അവിടെ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ നമുക്ക് ഡ്രസ്സുകൾ മെറ്റീരിയൽ ആട്ടോ, ചുരിദാർ പീസ് 3 പീസാണ്. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് വാങ്ങിച്ചു. പിന്നെ അവിടെ നേരെ തിരിച്ചു വരുന്ന സമയത്ത് ചെറിയ കുട്ടികളെ തണുപ്പിന്റെ ഡ്രസ്സ് കണ്ടിട്ടോ, അതും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു കോഫി കുടിക്കാൻ വിചാരിച്ച് കയറി. അവിടെ അമലേട്ടന്റെ ചെയറിന്റെ ഉള്ളിൽ കൂടെ തലയിട്ട് കുടുങ്ങിയിട്ട് കിടന്ന് കരഞ്ഞതാണ് പെണ്ണ്. അങ്ങനെ ഞാനും വൃന്ദേച്ചി, അമലേട്ടൻ, ഞങ്ങൾ 3 പേരും കോഫിയും, അഞ്ചും ആദും ചായയും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ദാ ഇവിടെ നോക്കിയാൽ ഫുള്ള് നമുക്ക് ലാൽ ചൗക്കിന് ഫുള്ള് കാണാം. അത് ഒരു മേലെ ആയതുകൊണ്ട് പുറത്തേക്ക് നന്നായിട്ട് വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ദാ കോഫി വന്നു. ഞങ്ങൾ കോഫി കുടിക്കായിരുന്നു. സത്യം പറയാലോ, കൊള്ളത്തില്ല, എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് അത്ര വലിയ ലൈക്കായിട്ടില്ല. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേറെ ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിക്ക് കാറിൽ ഞങ്ങൾ ചെറിയൊരു ടയർ ഒന്ന് ചേഞ്ച് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഷോപ്പിൽ കയറി. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോരുകയാണ്. തിരിച്ച് പോന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ ഗേറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ ഒരു ഷോപ്പുണ്ട്, ബിരിയാണി കട. അപ്പോൾ അവിടുന്ന് കുറച്ച് പാർസൽ ഫുഡ് ചേച്ചിക്ക്, അഞ്ചും ഞങ്ങൾ എല്ലാവരും പാർസൽ ഫുഡ് വാങ്ങിക്കാണ്ടായിരുന്നു. അതും വാങ്ങിച്ച് അന്നേരമാണ് രേഷ്മേച്ചിൽ ചിന്തിച്ച്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ 4 പേരോട് ചുമ്മാ ഒരു വീഡിയോ കോൾ ചെയ്തിട്ടോ. കാറിൻ്റെ അകത്തുണ്ട് ഞങ്ങൾ 3 പേരും. അങ്ങനെ രേഷുവിനെയും വിളിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഡെയിലി തുലിപ്പിന്ന് ചായ കുടിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, തുലിപ്പ് എത്തിയപ്പം ചായ കുടിക്കാനൊരു കൊതി എല്ലാവർക്കും. പിന്നെ ഞങ്ങൾ ഇറങ്ങി തുലിപ്പ് കയറി ചായ കുടിച്ച് നേരെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് എത്തി. അപ്പം ഇതേ ഉള്ളൂ ഇന്നത്തെ വിഷയം.